ആരും സാമ്പാർ പൊടി ഇല്ലയെന്ന് വിചാരിച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാതിരിക്കണ്ട. സാമ്പാർ പൊടി ഇല്ലാണ്ട് സാമ്പാർ എങ്ങനെ സിമ്പിളായിട്ട് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പരിപ്പ് ഒരു പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കായത്തിൻ്റെ ഒരു കഷ്ണമാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ കായം ആവുമ്പം അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി കായപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 4 വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസിനൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ വേവിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ അതൊരുവിധം പരിഹാരമാവും. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്, ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് ശരിക്കും സാമ്പാർ പൊടിയിൽ വരുന്നത്. ഇനി നമ്മുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഉള്ളത് അതെല്ലാം കുറച്ചൊരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക വേണ്ടത്. ആദ്യം ഞാൻ വഴുതന ഒരു മീഡിയം വലുപ്പത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുമ്പളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെയാണോ വെജിറ്റബിൾസ് ഉള്ളത് അതെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പയർ, ക്യാരറ്റ്, കോവക്ക, പിന്നെ അങ്ങനെ ഒരുപാട് വെജിറ്റബിൾസൊക്കെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സവാള, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള വലുതായിട്ട് മുറിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും സാമ്പാറിലേക്ക് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടത് എന്താ പറയുക, അധികം പഴുക്കാത്ത തക്കാളിയാണ്. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഒരു ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഞാൻ അധികം വലുപ്പമില്ലാത്ത 2 തക്കാളി ഇതിലേക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 3 വിസിലാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള വേറെ സാമ്പാർ പൊടിക്ക് പകരമുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്തിട്ടുണ്ട്. ആ ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂണ് കാശ്മീർ ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂണ് നമ്മുടെ സാധാ എരിവുള്ള മുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ നല്ല മിക്സാക്കി എടുക്കുക. ആ പൊടി കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എണ്ണയിലിട്ട് വറുക്കുന്ന ടൈമിൽ പെട്ടെന്ന് കരിയൊന്നുമില്ല. പൊടി ഡയറക്റ്റ് നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ദാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒരു 3 വിസിലായിട്ടുണ്ട്, നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി നല്ല രീതിയിൽ പിഴിഞ്ഞ് അതിൻ്റെ നീര് മാത്രം നമ്മളിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള വറവിടലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുന്ന ടൈമിൽ 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കടുകൊക്കെ ഒന്ന് ചൂടായിട്ട് നല്ല രീതിയിലൊന്ന് പൊട്ടി വരുന്ന ടൈമിലാണ് നമ്മൾ അടുത്തത് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇപ്പോൾ ഇതാ ഏകദേശം അതൊക്കെ ഒന്ന് ചൂടായി പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്തേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഉലുവ ആയാൽ അതിൻ്റെ ഒരു കയ്പ്പ് ടേസ്റ്റ് ആവും വരിക. അപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ മറ്റേ വേവിക്കുമ്പോഴൊക്കെ ഉലുവ ചേർത്തുകൊണ്ട് തന്നെ ഒരു 1/4 ടീസ്പൂൺ അതിലേക്ക് ചേർത്ത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന ടൈമിൽ അതിലേക്ക് ഒരു വറ്റൽമുളകും 1 പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം ഒരു വലുപ്പത്തിൽ അരിഞ്ഞിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം വെണ്ടയ്ക്ക എല്ലാ വെജിറ്റബിൾസിൻ്റെയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് ഉടഞ്ഞ് മിക്സായി പോവും. ഇതിന് വല്ലാണ്ട് വേവില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് വറുത്തെടുത്താലും മതി. അങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും അതിന്. അപ്പോൾ അതാ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതിനി ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇതേപോലെ ഏകദേശം കളറൊക്കെ നല്ല രീതിയിൽ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ആ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാൻ ഈ ഗ്ലാസ്സിൽ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ വറ്റി നമ്മൾ അതിലും കൂടെ ഒന്ന് വെണ്ടക്ക ഒന്ന്
വെന്ത് വരുമ്പോഴേക്കും സംഭവം സെറ്റാവും. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ആ സമയത്ത്. ഇപ്പോൾ ഇതാ ഏകദേശം ഇതെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. മസാല കരിഞ്ഞിട്ടൊന്നുമില്ല, കാരണം നമ്മളങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസും പരിപ്പും എല്ലാം കൂടി അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. ഇനി ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇട്ട് തിളപ്പിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ സാമ്പാർ സെറ്റായിരിക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് സാമ്പാർ പൊടി ഇട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2-3 അല്ലി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും. ബായ്, അസ്സലാമു അലൈക്കും.